പോപ്പുലർ ഫ്രണ്ടിന്റെ നിരോധനത്തിന് ശേഷം 2 വർഷത്തിലേറെയായി ഉറങ്ങിക്കിടന്നിരുന്ന സ്ലീപ്പർ സെല്ലുകൾ ഉണർന്നിരിക്കുന്നു. വിവിധ ജില്ലകളിൽ ഇവരുടെ പ്രവർത്തനം സജീവമായതായിട്ട് ഇന്റലിജൻസ് റിപ്പോർട്ട് വന്നിരിക്കുകയാണ്. പേരില്ല, നേതാക്കൾ ആരാണെന്നും അറിയില്ല. ഒരു അച്ചുതണ്ടിന്റെ കീഴിൽ പ്രവർത്തിക്കുന്ന ജില്ലകൾ കേന്ദ്രീകരിച്ചുള്ള വിവിധ സംഘടനകളായാണ് പ്രവർത്തനം. നിരോധനവും അറസ്റ്റും ഒഴിവാക്കാനുള്ള കുതന്ത്രമാകാം ഇതിന് പിന്നിലെന്നും പോലീസ് സംശയിക്കുന്നു. അടുത്തിടെ കോഴിക്കോട് രൂപീകരിച്ച നാഷണൽ കോൺഫെഡറേഷൻ ഫോർ ഹ്യൂമൻ സിഗ്നിറ്റി ആൻഡ് റൈറ്റ്സ് അഥവാ NCHRD എന്ന സംഘടന ഇതിന്റെ മാതൃസ്ഥാപനമാണോ എന്നതും അന്വേഷിച്ചു വരികയാണ്. പക്ഷെ ഇതുവരെ തെളിവുകളൊന്നും തന്നെ ലഭിച്ചിട്ടില്ല. കഴിഞ്ഞ ഒക്ടോബർ മുതൽ ജില്ലകൾ കേന്ദ്രീകരിച്ച് തീവ്രവാദ സ്ലീപ്പർ സെല്ലുകൾ പ്രവർത്തിക്കുന്നതായി പോലീസിനും ഇന്റലിജൻസിനും സംശയമുണ്ടായിരുന്നു. അന്വേഷണത്തിൽ പഴയ പോപ്പുലർ ഫ്രണ്ട് പ്രവർത്തകർ ജില്ലാതലത്തിൽ ഇപ്പോഴും സജീവമാണെന്ന് വ്യക്തമായിട്ടുണ്ട്. കൂടുതൽ പേരും SDPI പ്രവർത്തകരാണ്. എന്നാൽ ഇവർ പാർക്കുകൾ, ബീച്ചുകൾ, ബസ് സ്റ്റാൻഡുകൾ എന്നിവ കേന്ദ്രീകരിച്ച് ഒത്തുകൂടുന്നതായി കണ്ടെത്തിയിട്ടുണ്ട്. സാമൂഹ്യ സേവനം, മനുഷ്യാവകാശം, പരിസ്ഥിതി എന്നീ മേഖലകളോടാണ് പ്രേമം കൂടുതൽ. മുദ്രാവാക്യം വിളിയോ പ്രകടനമോ ഇല്ല. പൗരത്വ ഭേദഗതി വിഷയത്തിലോ മറ്റ് സാമൂഹ്യ രാഷ്ട്രീയ വിഷയത്തിലോ ഇവർ പ്രത്യക്ഷമായി പ്രതികരിക്കാറുമില്ല. സമൂഹത്തിന് മുന്നിൽ നല്ല പിള്ള ചവഞ്ഞ് നടക്കുക എന്ന തന്ത്രമാണ് സ്വീകരിച്ചിരിക്കുന്നത്. ഇവരിൽ പലരും CPM-ൽ പ്രവർത്തിക്കുന്നതിനോടൊപ്പം അടുത്ത കാലത്ത് CPI-യോടും മമത പുലർത്തുന്നുണ്ട്. ചിലരുടെ ഫോൺ നമ്പറുകൾ കണ്ടെത്തി പരിശോധിച്ചപ്പോൾ സംശയത്തക്ക ഒരു സൂചനയും കണ്ടെത്താൻ കഴിഞ്ഞില്ല. ഒരുപക്ഷെ ഫോൺ വഴിയുള്ള ആശയവിനിമയം പൂർണ്ണമായും ഒഴിവാക്കി സന്ദേശവാഹകരിലൂടെയോ ഇന്റർനെറ്റിലൂടെയോ ആകാം ബന്ധപ്പെടലെന്നും പോലീസ് സംശയിക്കുന്നു. ഇത് സംബന്ധിച്ച് കേന്ദ്ര ഇന്റലിജൻസും അന്വേഷണം തുടങ്ങിയിട്ടുണ്ട്. ഒരുപക്ഷെ ഈ സംഘടനകളുടെ നേതാക്കൾ സമൂഹത്തിൽ സജീവമായിരിക്കാം. പരിസ്ഥിതി, മനുഷ്യാവകാശ മേഖലയിലും ഇടത് പ്രസ്ഥാനങ്ങളിലും ഇവർ കടന്നുകൂടാനുള്ള സാധ്യതയും തള്ളിക്കളയാൻ കഴിയില്ല. സമൂഹത്തിന് മുന്നിൽ ഇവർ ധരിക്കുന്ന മേലങ്കി മാത്രമാകാം ഇത്. പ്രത്യക്ഷത്തിൽ നേതാക്കളെ കണ്ടെത്താൻ കഴിയാത്തതിനാൽ ഏതെങ്കിലും ഒരു സംഭവത്തിന്റെ പശ്ചാത്തലത്തിൽ നേതാക്കളെ അറസ്റ്റ് ചെയ്യാൻ പ്രയാസമാകും. പേരില്ലാത്തതിനാൽ നിരോധനവും സാധ്യമല്ല. എന്നാൽ കൊലപാതകമടക്കമുള്ള ക്രൂരത നടത്താൻ ഇവർ പോപ്പുലർ ഫ്രണ്ടിന്റെ മാർഗം തന്നെ സ്വീകരിക്കാനുള്ള സാധ്യതയും തള്ളിക്കളയാൻ കഴിയില്ല. കൊലപാതകത്തിന് വിദൂര ജില്ലകളിൽ നിന്നും ആളെ എത്തിക്കുന്ന തന്ത്രമാണിത്. ഏതായാലും NCHRD നോട്ടീസിൽ ഇടം പിടിച്ചവർക്കെതിരെ അന്വേഷണം ആരംഭിച്ചതായിട്ടാണ് ഇപ്പോഴുള്ള അറിവ്.